കൊല്ലത്ത് തെന്മലയിൽ ഒരു ദളിത് യുവാവ് ഒരു പരാതിയുമായി ചെന്നപ്പോൾ പോലീസ് വലിയ രീതിയിൽ ജാതിപരമായി പറഞ്ഞധിക്ഷേപിക്കുകയും കേസെടുക്കാൻ കഴിയുകയില്ല എന്നും ആ പരാതി ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. കാസർഗോഡ് ജില്ലയിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു 17-കാരിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു വാഴയില വെട്ടിയതിന് സംഘം ചേർന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംഘം ചേർന്ന് ദളിത് യുവാവിനെ മർദ്ദിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം കേരളത്തിൽ നടക്കുകയാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ നടക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ നേതൃത്വം നൽകിയ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പട്ടികജാതി പട്ടിക വിഭാഗത്തിൻ്റെ മുന്നോക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സമ്മേളനം പോലും നടക്കുകയുണ്ടായി. അങ്ങനെയുള്ള സമ്മേളനങ്ങൾ വെറും പ്രഹസനങ്ങൾ മാത്രമാണെന്ന് പറയേണ്ടി വരില്ലേ? എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും മികച്ച പരിപാടികളിൽ ഒന്നായിരുന്നു പാലക്കാട് നടന്നത്. കേരളത്തിലെ ദളിത് സമുദായങ്ങളിൽ വ്യത്യസ്ത സമുദായങ്ങളിൽ പെടുന്ന ദളിത് സമുദായ നേതാക്കൾ നേരിട്ട് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തങ്ങളുടെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് പറയാനായിട്ടുള്ള ഒരിടം. സംവാദ ഇടങ്ങൾ തീർച്ചയായിട്ടും ജനാധിപത്യത്തിലെ ഒരു അവശ്യ ഘടകമാണ്. ഭരണാധികാരിയോട് നേരിട്ട് സംവദിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ വളരെ ഗുണപരമായിട്ടുള്ള വശങ്ങളിൽ നിന്നാണ്. അതിനെ നമ്മൾ തള്ളിപ്പറയേണ്ടതില്ല. മറിച്ച് അത്തരത്തിൽ വിജയകരമായി നടത്തിയിട്ടുള്ള ഒരു സമ്മേളനത്തിൻ്റെ ശോഭ മുഴുവൻ കെടുത്തി കളയുന്നതായിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ ബിന്ദുവിൻ്റേതായിട്ട് പുറത്തു വന്നിട്ടുള്ള 26ാമത്തെ ദിവസമാണിന്ന്. ഇതുവരെയും അവർക്ക് നീതി എന്ന് പറയുന്നത് കേവലമായ നീതി അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? കേരളത്തിൻ്റെ പൊതുസമൂഹം ഒരു ഒറ്റവരി വാർത്തയായിട്ട് ഒതുങ്ങിപ്പോയിരുന്ന അല്ലെങ്കിൽ ഒരു 4 കോളം വാർത്തയിലേക്ക് അതിനെ വികസിപ്പിക്കുന്നത് ആരാണ്? ജനാധിപത്യ ബോധമുള്ള പൊതുസമൂഹമാണ്. അവർ നിരന്തരം എഴുതി ഈ സ്ത്രീയുടെ കണ്ണീര് ഈ ഭരണകൂടം കാണാതെ പോകരുതെന്ന് ജാഗ്രതയോടെ ഉണർന്നിരുന്ന ഒരു പൊതുസമൂഹം ഇതിൽ നടന്നിട്ടുള്ള നീതി നിഷേധത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഭരണകൂടത്തിന് ഞങ്ങൾ ബിന്ദുവിനോടൊപ്പമാണെന്ന് പാർട്ടിക്കും ഭരണകൂടത്തിനും ഒപ്പം ഇതിലെ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തേണ്ടി വന്നത്. ആ തിരിച്ചറിവ് നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് തിരിച്ചറിവ് ഇങ്ങനെ നിരന്തരം വിളിച്ചു പറയേണ്ട ഗതികേടിലേക്ക് നിരന്തരം പോകേണ്ടി വരുന്നു എന്നാണ് ഈ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് നടക്കുന്ന ഈ പോലീസിങ്ങിൽ കൃത്യമായിട്ടുള്ള മാനുഷികത എന്ന് പറയുന്ന അംശം ഇല്ലാതായി പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും കൂടാതെയാണ് ആ സ്ത്രീയെ ആ പോലീസ് സ്റ്റേഷനിൽ അവർ പരിഗണിച്ചത്.